ഇന്നത്തെ നമ്മുടെ റെസിപ്പി എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള നൂൽ പൊറോട്ടയുടെ റെസിപ്പിയാണ്. അപ്പോൾ ഇത് നല്ല സോഫ്റ്റും അതുപോലെ നല്ല ലെയറുകളായിട്ടൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്സും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആരെങ്കിലും പുതിയതായിട്ടൊന്ന് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ തൊട്ടടുത്തേ കാണുന്ന ബെല്ലൈക്കണിൽ കൂടി ക്ലിക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിതെങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 കപ്പ് മൈദയാണ്. ഇത് 240 ml കപ്പാണ് കേട്ടോ. അപ്പോൾ അതിന് ഞാനൊരു 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമുക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും ഏകദേശം അതേ അളവിൽ തന്നെ നമുക്ക് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിലെ വെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന ഒരു പാകമുണ്ടല്ലോ, അതുപോലെ തന്നെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. സാധാരണ നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും മാവ് ഇത്തിരി വെള്ളത്തിൻ്റെ അളവ് കൂടുതൽ നിൽക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഏകദേശം നമ്മൾ കുഴഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ചെറുതായിട്ട് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു പാകം, ഒത്തിരി കൂടി പോകണ്ട, എന്നാലിങ്ങനെ കണ്ടില്ലേ, നമ്മൾ കൈ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാകും ഒന്ന് കുഴഞ്ഞിരിക്കുന്ന പാകം. ഇനി നമ്മൾ കുറച്ച് പൊടി വിതറി കൊടുത്തിട്ട് ഇനിയാണ് ഇതിനകത്തുള്ള പ്രധാനമായിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് കുഴച്ചെടുക്കുന്ന സമയം എന്ന് പറയുന്നത് ഒരു 10-15 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. കുഴച്ചെടുക്കുന്ന രീതി ഇങ്ങനെ വലിച്ച് നീട്ടിയിട്ട് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നമ്മൾ 2-3 തവണ പൊറോട്ടയുടെ റെസിപ്പി വരെ കാണിച്ചപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ വലിച്ച് നീട്ടി നമ്മൾ ഉള്ളിലോട്ട് വീണ്ടും മടക്കി കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ഒരു രീതിയിൽ നിങ്ങളൊന്ന് ചെയ്തെടുത്താൽ മതി. ഒരു 10 മിനിറ്റെങ്കിലും ഈ ഒരു രീതിയിൽ കുഴച്ചെടുക്കാം. അപ്പോൾ ആദ്യമൊക്കെ നമ്മൾ കുഴക്കുന്ന സമയത്ത് കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കുന്നത് പോലെ ആയിരിക്കും. അപ്പോൾ ഇതുപോലൊന്ന് റോൾ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് ഇങ്ങനെ വലിച്ച് നീട്ടി കൊടുത്തിട്ട് വീണ്ടും കുഴച്ചെടുക്കാം. ഏകദേശം ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ നമുക്ക് റോൾ ചെയ്തെടുക്കാൻ കഴിയും. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി എണ്ണ കയ്യിൽ ഗ്രീസ് ചെയ്ത് കൊടുക്കാം. അതല്ലാതെ നമ്മൾ കൂടുതൽ എണ്ണ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട. നന്നായി കുഴഞ്ഞ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒരിത്തിരി എണ്ണ തടവി കൊടുക്കുക. എല്ലാം മൊത്തം കുഴച്ച് ഒരു 10-15 മിനിറ്റ് കുഴച്ചെടുത്തതിന് ശേഷം എണ്ണ തടവി കൊടുത്തിട്ട് 2 മണിക്കൂർ തുടങ്ങി 2.5 മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലത്. ഞാൻ ഈ മാവ് 2 മണിക്കൂർ വെച്ചതിന് ശേഷമുള്ളതാണ്. 2 മണിക്കൂറാണ് വെച്ചിട്ടുണ്ടായിരുന്നത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നനഞ്ഞ തുണി കൊണ്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ റോൾ ചെയ്തത് ഇങ്ങനെ നമുക്ക് ഇതുപോലെ പീസായിട്ട് മുറിച്ചെടുക്കാം. മുറിച്ചെടുത്തിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ ഉള്ളിലോട്ടേക്ക് നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇതൊക്കെ നമ്മൾ മുന്നേ വേറൊരു പൊറോട്ട റെസിപ്പി, നൂൽ പൊറോട്ടയല്ല, സാധാരണ കേരള പൊറോട്ട റെസിപ്പി കാണിച്ചിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ്. ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് മടക്കി കൊടുത്തിട്ട് കയ്യിൽ വെച്ച് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുക. റൗണ്ട് ഷേപ്പിൽ ചെയ്യണമെന്നില്ല, ഒന്ന് നീട്ടിയിട്ട് ഇതുപോലെ റോൾ ചെയ്യുക. ഓരോന്ന് റോൾ ചെയ്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ചെറുതായിട്ടൊന്ന് എണ്ണ തടവി കൊടുക്കുക. ഒത്തിരി എണ്ണ എടുത്ത് ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരിത്തിരി എണ്ണ തടവി കൊടുത്തിട്ട് നനഞ്ഞ തുണി വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 10 മിനിറ്റ് മാറ്റി വെക്കുക കേട്ടോ. 10 മിനിറ്റിന് ശേഷമാണ് നമ്മളിത് പരത്തിയെടുക്കുന്നത്. ആദ്യം 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു, പിന്നെ ഒരു 10 മിനിറ്റ് നമ്മൾ മാവ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഓരോന്നും പരത്തിയെടുത്തിട്ട് കൈ വെച്ച് എത്രത്തോളം കനം കുറഞ്ഞിട്ട് നിങ്ങൾക്ക് പരത്തിയെടുക്കാൻ കഴിയും അത്രയും കനം കുറഞ്ഞിട്ട് ഇതുപോലെ പരത്തിയെടുക്കാം. ചപ്പാത്തി കോല് വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എന്നിട്ട് കത്തി വെച്ചിട്ട് ഇതുപോലെ മുറിച്ചെടുക്കാം. അടുത്തടുത്തായിട്ട് നൂല് പോലെയാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു മുറിച്ചെടുക്കുന്നതിലൊക്കെയാണ് ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്കൊണ്ടാകുന്ന രീതിയിൽ അടുത്തടുത്ത് വരുന്ന രീതിയിൽ തന്നെ മുറിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവൻ മുറിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് ഇതുപോലെ നമ്മൾ ഉള്ളിലോട്ടേക്കൊന്ന് പതുക്കെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെയാണ് ചെയ്തെടുക്കുന്നത്. 2 സൈഡിൽ നിന്നും മറ്റേ സൈഡിൽ നമുക്ക് ഉള്ളിലോട്ടേക്കൊന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വലിച്ചു കൊടുക്കുക. ഒത്തിരി നീട്ടണ്ട, ചെറുതായിട്ട് ഒന്നങ്ങ് വലിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഒന്നങ്ങ് വലിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ മടക്കി കൊടുക്കുക. അപ്പോൾ മടക്കുമ്പോൾ ആദ്യം ഇങ്ങനെ ഉള്ളിലോട്ട് 2 സൈഡിൽ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ഒന്നിൻ്റെ മുകൾ ഭാഗത്തായിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ നല്ല കനത്തിൽ ഇതുപോലെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി എല്ലാത്തിനകത്തും ഞാൻ കുറച്ച് എണ്ണ തടവി ഒരു പ്ലേറ്റിനകത്തോട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇത് ജസ്റ്റ് ഓരോന്നും പരത്തിയെടുക്കുന്ന സമയത്ത് ബാക്കിയുള്ളതൊന്ന് കവർ ചെയ്ത് വെക്കാൻ നോക്കുക. നനഞ്ഞ തുണി കൊണ്ട് തന്നെ കവർ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇത് നമ്മൾ ചപ്പാത്തിക്കോല് കൊണ്ട് സാധാരണ പൊറോട്ട പരത്തിയെടുക്കുന്ന പോലെ ഒത്തിരി കനം കുറഞ്ഞ് പരത്തിയെടുക്കരുത്. ജസ്റ്റ് കുറച്ചൊരു വണ്ണത്തിൽ കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ ബൺ പൊറോട്ടയുടെയൊക്കെ ആ ഒരു ഷേപ്പിൽ തന്നെ ഈ ഒരു കനത്തിലാണ് നമ്മൾ പരത്തി കൊടുക്കുന്നത്. കണ്ടോ, അത്യാവശ്യം വണ്ണത്തിൽ തന്നെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഒരു പാൻ വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരിത്തിരി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം. അപ്പോൾ പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യത്തേത് വെച്ച് കൊടുക്കാം. ഇനി ഫ്ലെയിം എപ്പോഴും ശ്രദ്ധിക്കുക, കുറച്ച് ഫ്ലെയിം ഇട്ടിട്ട് വേണം നമ്മൾ ഇത് തിരിച്ചും മറിച്ചും ഇട്ട് ചുട്ടെടുക്കാൻ.
കാരണം ഇത് അത്യാവശ്യം കനത്തിൽ നല്ല വണ്ണത്തിലാണല്ലോ ഉള്ളത്. അപ്പോൾ ഉൾഭാഗം കുക്കായി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഫ്ലെയിം കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് കളറ് മാറി ഈ ഒരു പാകാകുന്ന രീതിയിൽ വേണം നമ്മൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കുറേ എണ്ണം ഒരുമിച്ചിട്ട് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി. ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ കൈവച്ച് ആ ചൂടോടുകൂടി അടിച്ചെടുക്കുമ്പോഴത്തേക്കാണ് എനിക്കൊന്നുകൂടി നല്ലതായി തോന്നിയിട്ടുള്ളത്. പിന്നെ അത്യാവശ്യം വണ്ണത്തിലുള്ള പൊറോട്ടയല്ലേ, അപ്പോൾ ഓരോന്നായിട്ട് പെട്ടെന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലത്. ഇതിപ്പോൾ നല്ല ചൂടോടുകൂടി അടിച്ചെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ നല്ല ലെയറായിട്ട് നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ രീതിയിൽ വീശിയടിക്കൊന്നും ചെയ്യാതെ നമുക്ക് വീട്ടമ്മമാർക്ക് വീട്ടിൽ ഇതുപോലെ സിമ്പിളായിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വെറൈറ്റി വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ ബൈ.